ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീൻ മീഡിയൻ മോഡിൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം മീഡിയനും മോഡും എന്ന് പറയുന്ന പൊസിഷണൽ ആവറേജസ് ആണ്. അതേസമയം മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്താണ് അരിത്തമെറ്റിക് മീൻ ആണെങ്കിലും ജോമെട്രിക് മീൻ ആണെങ്കിലും ഹാർമോണിക് മീൻ ആണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഓർത്തിരിക്കുക, എപ്പോഴും arithmetic mean is greater than or equal to geometric mean. Geometric mean is greater than or equal to ഹാർമോണിക് മീൻ. ആ ഒരു ഓർഡർ നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഓർഡർ തന്നിട്ട് ലെസ് ദാനും ഈക്വൽ ടു ഒക്കെ ഇട്ട് തരും, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടിട്ട് തരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഓർഡറിൽ പഠിച്ചു വെക്കുക. പിന്നെ ബിസിനസ് ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും മോഡായിരിക്കും. ഇപ്പം നമ്മൾ കടയിൽ ഏതെങ്കിലുമൊക്കെ ജനറലായിട്ട് ഇപ്പോൾ ഷർട്ടിൻ്റെ സൈസൊക്കെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ സൈസൊക്കെ കോമൺ ആയിട്ട് എല്ലാവരിലും വരുന്ന ഒരു സൈസ് ഉണ്ടല്ലോ, അത് വെച്ചാണ് നമ്മൾ കൂടുതലും കടയിലൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്കൊക്കെ എടുത്ത് വെക്കുക. അപ്പം അതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന, അല്ല ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന സൈസായിരിക്കും എടുത്ത് വെക്കുക. അപ്പം മോഡിനെയാണ് നമ്മൾ ബിസിനസ് ആവറേജ് എന്ന് കരുതുന്നത്. ഇനി മോഡിൻ്റെ വേറൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മോസ്റ്റ് അൺസ്റ്റേബിൾ മെഷറാണ്. കാര്യം ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്ന വാല്യൂ ആണ് മോഡെന്ന് പറയുന്നത്. അതെപ്പോഴും ചിലപ്പം തന്നിരിക്കുന്ന സീരീസിൻ്റെ എക്സാക്റ്റ് ആവറേജ് ആവണമെന്നില്ല. സോ മോസ്റ്റ് അൺസ്റ്റേബിൾ മെഷർ ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഡാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് n ഒബ്സർവേഷൻ ഈസ് ദ nth റൂട്ട് ഓഫ് ദെയർ പ്രോഡക്റ്റ്. ദസ് ഇഫ് x1 x2 എക്സെട്ര അപ് ടു xn ആർ given n observations then their geometric mean is given by. ഇതൊന്നുമില്ല, n ഒബ്സർവേഷൻസ് ഉണ്ടോ എങ്കിൽ അതിൻ്റെ ആ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടെ റൂട്ട് എടുത്ത് കിട്ടുന്നതിനാണ് നമ്മൾ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല ഇങ്ങനെയാണ്. എക്സ് എന്ന് പറയുന്നത് n ടേംസ് ഉണ്ട്. അപ്പം റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 x2 ഇൻറ്റു x3 അങ്ങനെ xn വരെ. ദെൻ അപ്പം നമുക്കറിയാം റൂട്ടിന് നമുക്ക് റൂട്ട് കളഞ്ഞെഴുതാൻ പറ്റും. റേസ് ടു 1/n. എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും റേസ് ടു ആണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ n നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് റേസ് ടു 1/n എന്നെടുക്കും. ഇപ്പോൾ ഇവിടെ ഇതാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ജോമെട്രിക് മീൻ, ഫൈൻ ജോമെട്രിക് മീൻ ഓഫ് 4 and 16. 4ൻ്റെ 16ൻ്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ രണ്ട് ടേംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 4 ഇൻറ്റു 16 അത് 64 ആണ്. ഇനി ആ 64ൻ്റെ റൂട്ട് കളയുക. റൂട്ട് എടുത്തു കഴിയുമ്പോൾ 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. സോ ജോമെട്രിക് മീൻ ഈസ് 8. ഇനി അടുത്താണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഹാർമോണിക് മീൻ ഇഫ് x1 x2 എക്സെട്ര xn ഈസ് എ ഗിവൺ സെറ്റ് ഓഫ് n ഒബ്സർവേഷൻ ദെൻ ദർ ഹാർമോണിക് മീൻ ഈസ് hm ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1/n 1/n x1 പ്ലസ് 1/x2 എക്സെട്ര അപ് ടു 1/xn. എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിനെല്ലാം 1/x1 തൊട്ട് xn വരെ പ്ലസ് ചെയ്യുക. അതിനെ 1/n വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്കറിയാം ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിവൈഡഡ് ബൈ 1/n ഇൻറ്റു x1 x2 അങ്ങനെ എക്സെട്ര അപ് ടു xn അല്ല. അപ്പം നമുക്കതിനെ ആഡ് ചെയ്ത് ടോട്ടൽ സിഗ്മ സൈൻ ഇട്ട് എഴുതാമല്ലോ, സിഗ്മ 1/x. അതിനെ നമുക്ക് ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നമുക്കറിയാം താഴത്തെ ഡിനോമിനേറ്ററിലെ വീണ്ടും ഒരു ഫ്രാക്ഷൻ ഫോമില്ല, അപ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് എഴുതും. അപ്പം അതെങ്ങനെ വരും, n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x എന്നുള്ള ഫോമിലേക്കാവും. ഇതാണ് ഹാർമോണിക് മീനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നോക്കിക്കേ, ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ശരിക്കും റെസിപ്രോക്കൽ ഓഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കലാണ്. ഫസ്റ്റ് ഞാൻ ടോപ്പിൽ എഴുതിയേക്കുന്നത് കാണാമോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഫോർമുല നോക്കിക്കുക. ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് നമ്മൾ അരിത്തമെറ്റിക് മീനിൻ്റെ ഫോർമുല പഠിച്ചാൽ എന്താ, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ആ എഴുതിയേക്കുന്ന അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കലിൻ്റെ റെസിപ്രോക്കലാണ് എന്താ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പം ദ റെസിപ്രോക്കൽ ഓഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഹാർമോണിക് മീനാണ്. ഇനി ഓർത്തിരിക്കേണ്ട കുറച്ചാണ്, ഒരു തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും, കോയിൻസൈഡ് ചെയ്ത് പോകും. പിന്നെ പരീക്ഷയ്ക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ഓർത്തിരിക്കുക, ജോമെട്രിക് മീനിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
അരിത്തമെറ്റിക് മീൻ 9, ജോമെട്രിക് മീൻ 6. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫോർമുല അറിയുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ജോമെട്രിക് മീനിൻ്റെ സ്ക്വയറാണ് അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. അപ്പോൾ നമുക്ക് ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട് 6. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36. പിന്നെ അരിത്തമെറ്റിക് മീൻ തന്നിട്ട് 9 ഉണ്ട്. 9 തന്നിട്ടുണ്ട്. അപ്പോൾ ഹാർമോണിക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. പിന്നെ HMനെ അവിടെ ഇട്ടിട്ട് 9 ഇപ്പുറയോട്ട് കൊണ്ടുവന്നു. അപ്പം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അപ്പുറയോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും. 36/9 4. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 4 ആണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹാർമോണിക് മീൻ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കൽ. പിന്നെ മോസ്റ്റ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. ഈ തന്നിരിക്കുന്ന ആവറേജിൽ ഏറ്റവും എക്സ്ട്രീം വാല്യൂസ് ആയിട്ട് അഫക്റ്റ് ആകുന്ന ആവറേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അരിത്തമെറ്റിക് മീനാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഈസ് 0 വെൻ മെഷേർഡ് ഫ്രം അരിത്തമെറ്റിക് മീൻ. ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കുറച്ചിട്ട് അതിനെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ അത് എങ്ങനെ കിട്ടും, ഏത് മെഷറിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് മീനിൽ നിന്ന്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ആവറേജ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീനാണ്. മോസ്റ്റ് അൺസ്റ്റേബിൾ ആവറേജ് എന്ന് പറയുന്ന മോഡാണ്. ഇനി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവറേജ് ടു ഡിറ്റർമൈൻ ദ ആവറേജ് സൈസ് ഓഫ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. അപ്പോൾ തുണിക്കടയിലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ ഒക്കെ ആവറേജ് സൈസൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോഡിൻ്റെ ബേസിലാണ്. ഇനി ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്.